ഞാൻ പോയിക്കോളാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം എനിക്കറിയണം. എന്തിനാണ് ഇന്നലെ രാത്രി ഡോക്ടർ മമ്മൂട്ടി എന്നെ തല്ലിയത്? ഈ ഷാജഹാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? മമ്മൂട്ടി ഇയാളെ തല്ലിയോ? ക്ഷമിക്കണം, തല്ലേണ്ടി വന്നു. അതിരിക്കട്ടെ, നിങ്ങളെ ഞാൻ എവിടെ വെച്ചാ തല്ലിയത്? എന്ത്? നിങ്ങളെ ഞാൻ എവിടെ വെച്ചാണ് തല്ലിയതെന്ന്? ഇവിടെ വാഹിദയുടെ മുറിയിൽ വെച്ച്. കേട്ടല്ലോ. വാഹിദയുടെ മുറിയിലേക്ക് നിങ്ങൾ എത്ര മണിക്കാ ചെന്നത്? എങ്ങനെ? ആ സമയത്ത് ഏകദേശം എത്ര മണിയായി കാണും ഞാൻ നിങ്ങളെ തല്ലിയപ്പോ? രാത്രി ഒരു 12-12:30 മണിയായിട്ടുണ്ട്. ആയി കാണുമല്ലോ. 12:30 മണിക്ക് നിങ്ങൾ എന്തിനാ അവിടെ പോയത്? എന്ത്? രാത്രി 12:30 മണിക്ക് നിങ്ങൾ എന്തിനാണ് വാഹിദയുടെ മുറിയിൽ പോയത്? അല്ല, നമ്മളത് യാത്ര പറയാൻ പോയതല്ലേ. അതെ, ഈ തറവാട്ടിൽ ഇന്നോളം ഒരു സ്ത്രീയുടെ മുറിയിൽ ഒരു അന്യപുരുഷൻ, അതും അസമയത്ത് കേറിയ ചരിത്രം ഉണ്ടായിട്ടില്ല. അന്ന് ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ ഡോക്ടർ മമ്മൂട്ടി എന്തിനാ അന്യ സ്ത്രീയായ വാഹിദയുടെ മുറിയിൽ പോയത്? അതും ആ സമയത്ത്. പറ. ഉത്തരം മുട്ടിയാ? എന്ത്, ഏത്, എപ്പോ, എങ്ങനെ, എവിടെ? പറ അങ്ങട്. ഷാജഹാൻ ചോദിച്ചത് കേട്ടില്ലേ? കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ. എന്ത് മാനം രക്ഷിക്കാനോ? ആ വന്നല്ലോ, ഖാദർ വന്നല്ലോ. ബാക്കി കാര്യങ്ങൾ ഖാദർ പറയട്ടെ. ഖാദർ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതിന് ഉത്തരം പറഞ്ഞ ഡോക്ടർ മമ്മൂട്ടിയല്ലേ? അതല്ലേ ഖാദർ പറയുന്നു പറഞ്ഞത്. ഖാദർ പറയട്ടെ. അതെ, ഈ ഡോക്ടർ ഷാജഹാൻ താങ്കളുടെ ആരായിട്ട് വരും? എന്റെ സ്വന്തം വെല്ലുമാടെ മോൻ. ഷാജഹാന്റെ ആരായിട്ട് വരും ഈ ഖാദർ? എന്റെ ഉമ്മാടെ മകളുടെ മകൻ. അപ്പൊ ഈ വാസുദേവൻ നമ്പൂരി എന്ന് പറയുന്ന ആരാ? അതെന്റെ അച്ഛൻ. അപ്പൊ ഖാദറിന്റെ ശരിക്കും പേരെന്താ? വിഷ്ണുപൂരി. കേട്ടില്ലേ? അതല്ല, വിഷ്ണുപൂരി എന്നുള്ള എന്റെ ചെല്ലപ്പേരാണ്. ശരിക്കും എന്റെ പേര് ഖാദർ എന്നാ. എന്റെ ഗുരുവായൂർ തങ്ങളാണ് സത്യം. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഗുരുവായൂർ തങ്ങളുണ്ട്. ഇപ്പൊ സത്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? സാഹിബേ, ഒരു നമ്പൂതിരി കുടുംബത്തിൽ എങ്ങനെയാണ് ഷാജഹാൻ ജനിച്ചതെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറയൂ. കാസിമക്ക, എന്നാ ഞാൻ സത്യം പറയട്ടെ. ഞാൻ നുണ പറഞ്ഞാണ്. ഈ നിൽക്കുന്ന ഖാദർ വിഷ്ണുപൂരി ആയിരിക്കും. എന്നാ ഞാൻ ഒറിജിനൽ ഷാജഹാനാണ്. അല്ല, ഞാനൊരു നമ്പൂതിരിയാ. ഷാജഹാൻ ചക്രവർത്തി എന്ന് കേട്ടിട്ടുണ്ട്. ഷാജഹാൻ നമ്പൂതിരി ആദ്യമായിട്ട് കേട്ടില്ല. ഞാൻ ഒറിജിനൽ ഷാജഹാനാണെന്നേ. സാഹിബേ, ഇയാളൊരു വ്യാജ ഡോക്ടറാ. ഇയാളുമായിട്ട് വാഹിദയ്ക്ക് കല്യാണം ആലോചിച്ചു എന്ന് കേട്ടപ്പോ തന്നെ ഞാൻ ഞെട്ടി. അന്ന് ഡോക്ടറെ ഞെട്ടല് കണ്ടതിന്റെ ഞെട്ടല് എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. കഷ്ടം. കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി വാഹിദയുടെ അപേക്ഷ പ്രകാരം ഞാൻ അവിടെ ചെന്നു, തല്ലി. ചെയ്തത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം. 7ാമത്തെ വയസ്സിൽ ഒസാം വീട്ടിൽ വന്ന് സുന്നത്ത് കഴിച്ച എന്നെ പരിശോധിച്ചാൽ അറിയാലോ ഞാൻ മുസ്ലിമാണല്ലേ. പരിശോധിക്കണം, എന്നെ പരിശോധിക്കണം, എന്നെ പരിശോധിക്കണം. ഞാൻ തന്നെ പരിശോധിക്കാം. താൻ എന്നെ പരിശോധിക്കണ്ട. താൻ എന്റെ ശത്രുവാണ്. ശത്രുവിനെ കാണിച്ചു കൊടുക്കില്ല. ഇതാണത് രക്ഷപ്പെടാനുള്ള എങ്കിൽ അൻവർ പരിശോധിക്കട്ടെ. നീ പരിശോധിക്കും. എടാ മോനെ, ശരിയാക്കി തരാടാ. കാസിംക, ഞാൻ നമ്പൂരിയാ. പക്ഷെ ഷാജൻ സാർ ശരിക്കും മുസ്ലിമാ. നീ ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. അൻവർ കണ്ടി ഞെട്ടി. അൻവർ ഞൊട്ടി. ഇയാൾ ആര് സുന്നത്ത് എന്ന് പറഞ്ഞേ? 7ാമത്തെ വയസ്സിൽ എന്റെ വീട്ടിൽ വന്നിട്ട്. ഇയാളുടെ സുന്നത്ത് കേട്ടൊന്നുമില്ല. ഇയാൾ മുസ്ലിം ഒന്നുമല്ല. അൻവറെ നുണ പറയരുതട്ടാ. ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, എനിക്ക് കാണിക്കാൻ മടിയൊന്നുമില്ല. അയ്യേ, കുടുംബത്തിലെ സ്ത്രീകൾ നിൽക്കുമ്പോ നാണവും മാനിലും അത്ര കാണിക്കുന്ന കണ്ടില്ലേ സാഹിബ്? ഞാനെന്തിനാ കാണിക്കണേ? എനിക്ക് എന്റെ ഐഡന്റിറ്റി തെളിയിക്കണ്ടേ? സാഹിബേ, ഒന്ന് നോക്കിയ സാഹിബേ, ഇവരെന്ത് ഇറങ്ങിപ്പോ ഓടാ എന്റെ വീട്ടിൽ നിന്ന്. നടക്കടാ ഇങ്ങോട്ട്. നീ ഒന്നും പറയണ്ട. അല്ല, എനിക്ക് എന്റെ ഐഡന്റിറ്റി തെളിയിക്കണ്ടേ? അയ്യോ, എടാ ചതിയ നിന്നെ ഞാൻ. ഗുരുവായൂരപ്പ, ദീപം വേണമെങ്കിൽ ഇവനെ തൂക്കിയെടുത്തോണ്ട് പോരാ. നടക്കാൻ പറ്റില്ല.